ഹലോ വെൽക്കം ടു ഷാലേസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡെസേർട്ടാണ്, ഒരു സ്വീറ്റ് ഡിഷാണ് അതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പേര് ഖത്തായിഫ് എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടിയതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് 2 കപ്പ് മൈദയാണ്. ഈ 2 കപ്പ് മൈദയ്ക്ക് നമുക്ക് വേണ്ടത് 1/2 കപ്പ് റവയാണ്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ്, 2.5 കപ്പ് ചൂടാറിയ വെള്ളം, 1 ടേബിൾ സ്പൂണ് കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലോർ, 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3 ടീസ്പൂണാണേ. പിന്നെ നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയത് മോസറല്ല ചീസ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നട്ട്സാണ്, കുറച്ച് ആൽമണ്ടും പിന്നെ പിസ്തയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ട് അതിലോട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കപ്പ് മൈദയിൽ തന്നെ നമുക്കൊരു 10-20 പാൻകേക്ക്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പാണ് റവ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് റവ നല്ല തരിതരിപ്പുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് എടുക്കാം നമുക്ക്. ഇനി ഇതിലോട്ട് 3 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 3 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ, ഒരുപാട് എടുക്കണ്ട. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ സ്വീറ്റ് അനുസരിച്ചിട്ട് നമുക്കിതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാം. ഒരു 3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണോ എങ്കിലും പഞ്ചസാരയുടെ അളവ് ഉണ്ടായിരിക്കണം ഇതിലോട്ട്. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പെങ്കിലും നമുക്കിതിലോട്ട് വേണം. അപ്പോൾ ഇതിൻ്റെ അളവ് ബാലൻസ് ആയിട്ടിരിക്കുള്ളൂ. ഇനി ഞാൻ ഇതിലോട്ട് 2.5 കപ്പ് ചൂടാറിയ വെള്ളം. അപ്പോൾ ചൂടാറിയ വെള്ളം നോക്കണം ചൂടാറിയ തന്നെ ആണോ എന്ന്. എന്നിട്ടിപ്പോൾ 2 കപ്പ് മൈദ ആയതുകൊണ്ട് നമ്മൾ 2.5 കപ്പ് വെള്ളം, അങ്ങനെയാണ് കേട്ടോ അളവ്. ഇപ്പോൾ 4 എണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ 4.5 കപ്പ് അതുപോലെ ആയിരിക്കണേ അളവ്. അപ്പോൾ അത് തെറ്റിക്കരുത്. അപ്പോൾ പകുതിയായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഞാനിത് ഒന്ന് ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. നല്ല സ്മൂത്ത് ആയിരിക്കണം. അതുപോലെ ശ്രദ്ധിക്കുക, നമ്മളെ ബാറ്റർ നല്ല ദോശ ബാറ്റർ പോലെ കിട്ടണം. എന്നിട്ടൊരു 30 മിനിറ്റ് എങ്കിലും അത് മാറ്റി വെക്കണം, ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്കിതൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ നമ്മളെ പാൻ കേക്ക്. അപ്പോൾ അതേപോലെ നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് നന്നായി ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം നമുക്ക് പാൻ കേക്ക് ഒഴിക്കാം. അപ്പോൾ പാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാം. അപ്പോൾ പാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു ചെറിയ കുഞ്ഞി കപ്പിൽ ഒഴിക്കാൻ നോക്കാം. അപ്പോൾ ഒരു 30 സെക്കൻഡ് ആകുമ്പോൾ തന്നെ അതേപോലെ കുറേ ഹോൾസ് വരും. നമുക്ക് ഫ്ലിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതേപോലെ ആകുമ്പോൾ തന്നെ റെഡി ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ ചൂട് എപ്പോഴും മീഡിയം ഹീറ്റിൽ തന്നെ ആയിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ചൂടോടെ തന്നെ ഇതേപോലെ തുണിയിൽ അടച്ച് വെക്കാം. അല്ലെങ്കിൽ നമ്മളെ പാൻ കേക്ക്സൊക്കെ പെട്ടെന്ന് ചൂടാറും, അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല ചൂടോടെ അപ്പം തന്നെ നമുക്ക് ഇതേപോലെ നല്ല നീറ്റായ തുണിയിൽ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി ഖത്തായിഫിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ റൂം ടെമ്പറേച്ചറിലുള്ള മോസറല്ല ചീസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ആയിട്ടാണ് ഞാനിവിടെ ഫില്ലിങ്സ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ പാൻ കേക്ക് എടുക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും. ആ ചൂട് തന്നെ വേണം, എന്നാലേ നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കിട്ടുള്ളൂ. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ചീസ് മാത്രമായിട്ടും നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം, അല്ലെങ്കിൽ നട്ട്സ് മാത്രമായിട്ട്. ഇപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് ബ്ലെൻഡറിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ പിസ്തയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്, പിസ്തയും അതേപോലെ ബദാമും. എന്നിട്ട് ഇതേപോലെ ഫില്ലിങ്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിന് വേറെ വെള്ളമോ അല്ലെങ്കിൽ വേറൊരു പേസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ചൂടോടെ തന്നെ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി ഒട്ടിപ്പിടിക്കും. നല്ല പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യണം, ഇതൊന്ന് സ്പ്ലിറ്റ് ആവാൻ വേണ്ടിയ സാധ്യത ഉണ്ട്. നന്നായി ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് ഓരോ ഫില്ലിങ്സ് റെഡിയാക്കാൻ. അപ്പോൾ ഇതിന് വേറൊരു പേര് ശരിക്കും പറഞ്ഞാൽ ഫോൾഡഡ് പാൻ കേക്ക് എന്നോ അല്ലെങ്കിൽ സ്റ്റഫ്ഡ് പാൻ കേക്ക്സ് എന്നൊക്കെയാണ്. അപ്പോൾ നമുക്കിനി ഡീപ്പ് ഫ്രൈന് വേണ്ടിയിട്ടുള്ള എണ്ണ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ഒരു മീഡിയം ഹീറ്റിൽ വേണം ചൂടാക്കി എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്കിതിലോട്ട് ഇടാം.
ഇതിലിടണങ്കാട്ടി മുന്നേ തന്നെ ഒന്നും കൂടി ശ്രദ്ധിക്കുക നമ്മൾ സ്റ്റിക്ക് ചെയ്തത് കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ ഒരു ടവലോ ഒരു ടിഷ്യൂ ഇട്ടിട്ട് ഒന്ന് ഉപ്പെടുക്കാം, അല്ലെങ്കിൽ ഇത്തിരിയൊക്കെ എണ്ണ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചൂടുള്ള കത്തായഫ് ഉണ്ടാക്കണങ്കാട്ടി മുന്നേ തന്നെ നമ്മൾ ആദ്യം ഷുഗർ സിറപ്പാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ആ 30 മിനിറ്റ് റെസ്റ്റിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ശരിക്കും റെഡിയാക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് ഞാൻ ഇവിടെ റെഡിയാക്കിയത് 2 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് പഞ്ചസാരയും അതേപോലെ ഇത്തിരി ഏലക്കപ്പൊടിയും കൊണ്ടാണ്. അപ്പോൾ ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ ഷുഗർ സിറപ്പ്. അപ്പോൾ നല്ല ചൂടുള്ള കത്തായഫിൻ്റെ മേലെ വേണം നമ്മളുടെ ഈ തണുത്ത ഷുഗർ സിറപ്പ് ഇടേണ്ടത്. അപ്പോഴാണ് നല്ലോണം നമ്മൾ ചീസൊക്കെ നന്നായി അലിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.